നിയമസഭയിൽ നിന്ന് വിജിൻ ചേരുന്നുണ്ട്. വിജിൻ, വളരെ സുപ്രധാനമായ ചില വാർത്തകൾ ഇതിനോടകം തന്നെ നമ്മൾ പ്രേക്ഷകരുമായി പങ്കുവച്ചു കഴിഞ്ഞു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഗവർണർ ചീഫ് സെക്രട്ടറിയെയും DGPയെയും ഒക്കെ രാജ്ഭവനിലേക്ക് ഉടനെത്തണം എന്ന് പറഞ്ഞ് ഇന്നലെ ഒരു നിർദ്ദേശം കൊടുത്തു. ഇന്നിപ്പോൾ മുഖ്യമന്ത്രിയുടെ കത്ത് ഗവർണർക്ക് അത്തരം അധികാരങ്ങളൊന്നുമില്ല എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് തന്നെ ഒരു കത്തയച്ചു. അതുപോലെ ഇന്നലെ അടിയന്തര പ്രമേയം കൊണ്ടുവന്ന പ്രതിപക്ഷം അനുമതി ലഭിച്ച സാഹചര്യത്തിൽ അത് അവതരിപ്പിക്കാതെ വേറൊരു സീൻ സൃഷ്ടിച്ച് സഭ നിർത്തിവെപ്പിക്കുന്ന അവസ്ഥയുണ്ടായി. ഇന്നിപ്പോൾ മുഖ്യമന്ത്രി പ്രതിപക്ഷത്തോട് പറഞ്ഞത് ഇന്നലെ സംഭവിച്ചതുപോലൊന്നും സംഭവിക്കരുത്, പക്ഷേ അടിയന്തര പ്രമേയം ചർച്ച ചെയ്യാം എന്ന് മുഖ്യമന്ത്രി ഇന്നും പറയുകയായിരുന്നു. 12 മണിക്കാണോ ചർച്ച? തീർച്ചയായും ശരത്ത്, ഈ അടിയന്തര പ്രമേയം അവതരിപ്പിച്ച ഉടൻ തന്നെ മുഖ്യമന്ത്രി മറുപടിക്കായി എഴുന്നേറ്റ സമയത്താണ് ഇന്നലെ ഉണ്ടായതുപോലുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകരുത് എന്ന് പ്രതിപക്ഷത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ അടിയന്തര പ്രമേയത്തിലും ചർച്ചയാകാം എന്നുള്ള നിലപാട് സ്വീകരിച്ചത്. തുടർച്ചയായ 2ാം ദിവസമാണ് പ്രതിപക്ഷം കൊണ്ടുവരുന്ന അടിയന്തര പ്രമേയത്തിന് അനുമതി നൽകിക്കൊണ്ടുള്ള ഒരു നടപടി സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. എന്തായാലും ഇന്ന് ഈ DGP അജിത് കുമാർ BJP RSS നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയതുമായി ബന്ധപ്പെട്ട വിഷയമാണ് ചർച്ചയ്ക്ക് എടുക്കുന്നത്. അതിൽ വിശദമായ ചർച്ചകൾ നടക്കട്ടെ എന്ന നിലപാട് സർക്കാരും സ്വീകരിക്കുന്നു. ഇന്നലെയും അതിനകത്ത് ഈ മലപ്പുറം പരാമർശമില്ലേ? ഇന്ന് കൊടുത്തതിൽ മലപ്പുറം പരാമർശമില്ലേ? അടിയന്തര പ്രമേയത്തിൽ കൊടുത്തതിൽ ഇന്നത്തതിൽ മലപ്പുറം പരാമർശമില്ല. മലപ്പുറം പരാമർശം ഇന്നലെ ഉന്നയിക്കുകയും ഒരു തവണ മാത്രമാണ് അത്തരത്തിൽ ഒരു അടിയന്തര പ്രമേയമായ ഒരു വിഷയം അവതരിപ്പിക്കാൻ അനുമതി ചോദിക്കാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇന്ന് മലപ്പുറം പരാമർശത്തിലല്ല. ADGP RSS നേതാക്കളെ കണ്ടത് അതുമായി ബന്ധപ്പെട്ട് RSSന് അനുകൂലമായ ചില നീക്കങ്ങൾ ഉണ്ടായി. ഇത് സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണം എന്ന ആവശ്യമാണ് ഉന്നയിച്ചത്. അതുകൊണ്ട് തന്നെ ആ വിഷയത്തിലായിരിക്കും ചർച്ച. ഇന്നലെയും മലപ്പുറം പരാമർശവുമായി ബന്ധപ്പെട്ട വിഷയത്തിലും മുഖ്യമന്ത്രി ചർച്ചയാകാം, അടിയന്തരമായി തന്നെ ഇക്കാര്യത്തിൽ ചർച്ച നടത്താം എന്ന തീരുമാനത്തിലേക്ക് പോവുകയായിരുന്നു. അതിനുശേഷമാണ് പ്രതിപക്ഷം വളരെ ഇത്തരത്തിൽ മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് അടിയന്തര പ്രമേയം ചർച്ചയ്ക്ക് എടുക്കാനുള്ളൊരു നീക്കം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല. അതിൻ്റെ ഭാഗമായി ആകെ ആശയക്കുഴപ്പത്തിലായി പിന്നീട് വലിയ രീതിയിലുള്ള ഒരു സഭാ നടപടികൾ മുഴുവൻ അലങ്കോലപ്പെടുത്തുന്ന നിലയിലേക്കൊക്കെ കാര്യങ്ങൾ എത്തിയിരുന്നു. ഇന്ന് അതുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രി ഈ വിഷയം അവതരിപ്പിക്കുകയും അതിന് മറുപടി ആയി മുഖ്യമന്ത്രി എണീറ്റ ഉടൻ തന്നെ പറഞ്ഞത് ഇന്നലത്തതിന് സമാനമായ രീതിയിൽ ഒരു സംഭവങ്ങൾ ഉണ്ടാകരുത്, എന്തായാലും ഈ വിഷയവും ചർച്ച ചെയ്യാൻ സർക്കാർ തയ്യാറാണ് എന്ന കാര്യം സഭയെ അറിയിക്കുകയും ചെയ്തു. അതിനുശേഷമാണ് 12 മണി മുതൽ 2 മണി വരെ ചർച്ചയാകാം എന്ന നിലപാട് സ്പീക്കറും കൈക്കൊണ്ടത്. ആ കാര്യം സ്പീക്കർ സഭയെ അറിയിക്കുകയും ചെയ്തു. അല്പസമയത്തിനകം തന്നെ നിയമസഭയിൽ ഈ നിലവിൽ ഇന്ന് അവതരിപ്പിക്കപ്പെട്ട അടിയന്തര പ്രമേയത്തിൽ ചർച്ച നടക്കുകയാണ് ചെയ്യുക. ശരത്ത്, മറ്റ് വിഷയം ഗവർണറുമായി ബന്ധപ്പെട്ട വിഷയം, ഗവർണർക്ക് ഇത്തരത്തിൽ ഒരു തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിനെ മറികടന്ന് ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്താനുള്ള അധികാരം ഇല്ല എന്നുള്ളതാണ്. ഈ മുഖ്യമന്ത്രിയുടെ ഹിന്ദുവിൽ വന്ന ലേഖനവുമായി ബന്ധപ്പെട്ട അഭിമുഖവുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ് മലപ്പുറം പരാമർശവും അതുപോലെ തന്നെ സ്വർണ്ണക്കടത്ത് വിഷയം ഒക്കെ ഉണ്ടായ സാഹചര്യത്തിലാണ് DGPയും അതുപോലെ തന്നെ ചീഫ് സെക്രട്ടറിയും നേരിട്ട് ഈ രാജ്ഭവനിലെത്തി വിശദീകരണം നൽകണമെന്ന ഒരു അറിയിപ്പ്, ഒരു നിർദ്ദേശം ഗവർണർ നൽകുന്നത്. പക്ഷേ സർക്കാർ ഇതിനെ പൂർണ്ണമായും തള്ളുകയാണ്. മുഖ്യമന്ത്രി ഇക്കാര്യത്തിലുള്ള നിലപാട് കർശനമായി സ്വീകരിക്കുകയും ചെയ്യുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഗവർണർക്ക് ഇത്തരത്തിലുള്ളൊരു കത്ത് നൽകിയിരിക്കുന്നത്. ഇങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിനെ മറികടന്ന് ഗവർണർക്ക് ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്താനോ അവരിൽ നിന്ന് വിശദീകരണം തേടാനോ ഉള്ള അധികാരമില്ല എന്ന കൃത്യമായ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് നടത്തുന്നത്. പലതവണ ഈ സർക്കാരും ഗവർണറും തമ്മിലുള്ള വലിയ തരത്തിലുള്ള ഒരു യുദ്ധത്തിന് സമാനമായ രീതിയിൽ ഗവർണർ ഒരു പ്രതിസന്ധിയിലേക്ക് സർക്കാരിനെ കൊണ്ടുപോകുന്ന ഘട്ടങ്ങളിൽ ഒക്കെ ഹൈക്കോടതിയും ഇത്തരത്തിലുള്ള നിലപാടുകൾ സ്വീകരിച്ചിരുന്നു. ഒപ്പം തന്നെ സുപ്രീം കോടതിയും അതേ നിലപാടാണ് സ്വീകരിച്ചത്. ഇക്കാര്യത്തിൽ ഗവർണറുടെ അധികാരത്തിന് ചില നിയന്ത്രണങ്ങളുണ്ട്. അത് തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിനെ മറികടന്നായിരിക്കരുത്. അതാണ് ഇപ്പോൾ വിജിൻ സൂചിപ്പിച്ചതുപോലെ മുഖ്യമന്ത്രിയുടെ വ്യക്തമായ കത്ത് ഗവർണർക്ക് നൽകുകയായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട്. അതുപോലെ തന്നെ സഭയിൽ ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട് അടിയന്തര പ്രമേയത്തിൽ ചർച്ച